നമസ്കാരം. എൻ്റെ പേര് മനു ജേക്കബ് എന്നാണ്. ഞാനിവിടെ SCDU ITC ജില്ലാ സെക്രട്ടറിയാണ്. SCDU എന്ന് വെച്ചാൽ സെൽഫ് എംപ്ലോയിഡ് ഡ്രൈവേഴ്സ് യൂണിയൻ. നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവർമാരാണ് ഞങ്ങൾ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ക്യാബിൻ്റെ ആൾക്കാരുണ്ട്, ഓട്ടോറിക്ഷയുടെ വിഭാഗമുണ്ട്, 2 വിഭാഗമുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത് നമ്മൾ യൂബർ, അതുപോലെ കേരള സവാരി അങ്ങനെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ മേഖല. പിന്നെ ഇപ്പോൾ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഞങ്ങളിപ്പോ വന്നേക്കണേ. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഓൾ കേരള ലെവലിൽ നടക്കുന്ന ഒരു സമരമാണ്. ഞങ്ങളുടെ യൂണിയന്റെ സെക്രട്ടറി ആണ് ആള് മനു ജേക്കബ്. ഞാൻ ജോയിന്റ് സെക്രട്ടറി ദിബീഷ് ബാലൻ. മനു ജേക്കബ് സെക്രട്ടറിയാണ്. സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ദിബീഷ് ബാലൻ. ദിബീഷ് ബാലൻ ഡി. പിന്നെ ആള് അത്തരത്തിരിക്കുന്ന രഘു, ആള് പ്രസിഡന്റ് ആണ്, കെ എൻ രഘു. പിന്നെ ഷമീർ വാഗയില്, ആള് ട്രഷറർ ആണ്. ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഉനൈസ്. എല്ലാരും പേര് ഉമ്മർ. അതെ, ഉനൈസ്. അപ്പൊ എല്ലാരും സംഘടനയുടെ പേര് SEDU. SEDU. നമ്മളതിനകത്ത് നിങ്ങളിലൊക്കെ കിട്ടിയ ലെറ്ററുകളിലുണ്ടാവും സെൽഫ് എംപ്ലോയിഡ് ഡ്രൈവേഴ്സ് യൂണിയൻ. അപ്പൊ നമ്മൾ ഓൺലൈൻ മേഖലയിൽ ഓൾ കേരള ലെവലിൽ നടക്കുന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഞങ്ങളുടെ അപ്ഡേറ്റുകൾ തരാനാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഓൾറെഡി തൃശ്ശൂര് ഒരു വർഷത്തോളം മേളിലായിട്ട് നമ്മൾ വളരെയധികം ഫെയറിന്റെ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയായിരുന്നു. അതിനകത്ത് ഏറ്റവും അധികം ക്യാബുകാരെയാണ് അത് ബാധിച്ചിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ഒരു റേറ്റ് ഉണ്ട്. മിനിമം ഫെയർ 150, ക്യാബിന്റെയാണ് ഞാൻ പറയുന്നത്, ആദ്യം മെൻഷൻ ചെയ്ത് പറയുന്നത് 150, 3 കിലോമീറ്ററിന് 150, അതിന് മുകളിലേക്കുള്ള ട്രിപ്പുകൾക്ക് 18 രൂപയും എന്നുള്ളൊരു നിലയിലാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ റിട്ടേൺ ഫെയർ സിസ്റ്റവും വേറെയുണ്ട്. എന്നാൽ നമുക്ക് ഇപ്പൊ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15നും താഴെ ക്യാബുകൾക്ക് 15ന് താഴെ 12, 13, 10, 11 ഈ റേഞ്ചിലേക്കൊക്കെയാണ് യൂബറിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പല പ്രാവശ്യം അവരായിട്ട് സംസാരിച്ചായിരുന്നു. വെർബലിയുള്ള ടോക്കുകൾ കുറെ നടന്നിരുന്നു. ഇതൊന്നും നമുക്ക് ആയില്ല. ഇതേ ഇഷ്യൂ തന്നെയാണ് ഓട്ടോ ഫെയറിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ മിനിമം ചാർജ് 30 രൂപ വെച്ചിട്ട് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള റേറ്റിൽ നമുക്ക് തരുന്നുണ്ടായിരുന്നെങ്കിലും അവര് ഈ കിലോമീറ്റർ ഫെയറിൽ വരുമ്പോൾ നമുക്ക് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള റിട്ടേൺ ഫെയർ അടക്കം ഒരു കിലോമീറ്ററിന് 15 പ്ലസ് 7.50 അങ്ങനെ 22.50 എന്നുള്ള റേഞ്ചിലായിരുന്നു ഗവൺമെന്റിന്റെ ഒരു നിലപാട്. എന്നാൽ നമ്മൾ ഓട്ടോ തൊഴിലാളികൾക്ക് അത് കിട്ടിക്കൊണ്ടിരുന്നത് 20 എന്നുള്ള റേറ്റിലേക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ നമുക്ക് ഓടിയാൽ നമുക്ക് നഷ്ടമില്ല. എന്നാൽ നമുക്ക് അവിടുന്ന് റിട്ടേൺ ഫെയർ, നമുക്ക് റിട്ടേൺ ഒരു ട്രിപ്പ് കിട്ടുമ്പോൾ ഓട്ടോക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നു ഇതെല്ലാ കാര്യങ്ങളും. ഇതിനകത്ത് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്ന ഒരു കിലോമീറ്റർ ഫെയർ ഒന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല, അവർ തരാനും തയ്യാറായിട്ടില്ല. എന്നാൽ ഈ 15 എന്നുള്ള ഫെയറിൽ നിന്ന്, ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന 15 എന്നുള്ള ഫെയറിൽ നിന്നും, മീറ്റർ ഫെയറിൽ കാണിക്കുന്ന റേറ്റിൽ നിന്നും വീണ്ടും ഇവർ 12, 13 എന്ന റേറ്റിലേക്ക് ഇവരെത്തി. ഇപ്പൊ ഒരു 4 മാസം കൊണ്ട് ഓട്ടോയുടെയാണ് പറയുന്നത് എത്തി കഴിയുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാണ്ട് ഈ 30 അല്ലെങ്കിൽ ഈ 150 എന്ന് പറയുന്നതും ഈ പറയുന്ന 2022 ശേഷം ഡീസലിന്റെ ആയാലും CNG യുടെ ആയാലും റേറ്റ് 50 അല്ലെങ്കിൽ CNG റേറ്റ് 69 നിൽക്കുന്ന ടൈമിലാണ് ഈ ഒരു റേറ്റിലേക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിലൊക്കെ മാറ്റം വന്നു. ഇതിലൊക്കെ മെയിൻ്റനൻസ് ചാർജ് ആയാലും അല്ലെങ്കിൽ CNG ചാർജ് ആയാലും ഇപ്പൊ നിലവിലുള്ള ചാർജ് 100 ചില്ലറയാണ് CNG ഉള്ളത്. ഡീസലിനും പെട്രോളിനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇത്രയും മാറ്റം വന്നപ്പോഴും ഇവര് ഫെയറിൽ കൂട്ടുകയല്ല ചെയ്തേക്കുന്നത്. ഇവർ ഈ 18 എന്നുള്ള ഫെയർ ഇവർ 12ലേക്കും 13ലേക്കും 10ലേക്കും ഒക്കെ എത്തിക്കുകയാണ് ചെയ്തേക്കുന്നത്. എന്നാൽ ഇവര് കൃത്യമായിട്ട് ഇവരുടെ കമ്മീഷൻ ഇവർ എടുക്കുന്നുണ്ട്. ആ കമ്മീഷനിൽ ഇവർ കുറവ് വരുന്നില്ല. അപ്പൊ ഡ്രൈവർമാർ മൊത്തത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഈ ഒരു 1.5 കൊല്ലത്തോളം ഞങ്ങൾ പിടിച്ചു നിന്നു. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഈ മാസം 15-ാം തീയതി സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നമ്മൾ യൂബറിന് കൊടുത്തിരുന്ന ഡിമാൻഡ് നോട്ടീസിന്റെ ഭാഗമായിട്ട് അവിടുത്തെ സോണൽ മാനേജർ ദീപക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യും, ഞങ്ങൾ സെക്രട്ടറിനെ കോൺടാക്ട് ചെയ്യും. ഞങ്ങളൊരു 4 അംഗ സമിതി ഇതിനു വേണ്ടിയിട്ട് ജില്ലാ കമ്മിറ്റി നിയോഗിച്ച ഒരു 4 അംഗ സമിതി ചർച്ചയ്ക്കായിട്ട് എറണാകുളത്ത് ഒരു ഓഫീസിൽ പോയി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി അവര് ചെറിയ 1-2 മാറ്റങ്ങൾ, 9-ാം തീയതി ചർച്ചയുടെ ഭാഗമായിട്ട് ചെറിയ 1-2 മാറ്റങ്ങൾ ഇവർക്ക് തട്ടാത്ത രീതിയിൽ, എന്നാൽ ഞങ്ങൾക്ക് ഉപകാരത്തിലും വരാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തു എന്നുള്ള പേരിൽ നടത്തി തന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ്
ഓട്ടോ ചാർജ് മിനിമം ഫെയർ 30-ൽ നിന്ന് അവർ ഒറ്റയടിക്ക് 60-ലേക്ക് എത്തിച്ചു. പക്ഷെ 60-ലേക്ക് എത്തിച്ചപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അത് ഈ 60 രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് ഓടാൻ കഴിയുന്ന കിലോമീറ്റർ 3.8 എന്നുള്ള നിലയ്ക്ക് എത്തി. ആക്ച്വലി അത് 3 കിലോമീറ്ററിനാണ് 60 രൂപ മീറ്റർ നമ്മൾ തിരിച്ചിട്ട് ഓടിയാൽ പോലും വരേണ്ടത്. അപ്പൊ അതും നമുക്ക് അവർ പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്തു തന്നു എന്നുള്ളൊരു അഭിപ്രായമായി. എന്നാൽ നമുക്കത് ഗുണത്തിൽ വന്നൂല്ല. പിന്നെ ടാക്സിയുടെ കാര്യത്തിലാണെങ്കിൽ, ക്യാബിന്റെ കാര്യത്തിലാണെങ്കിൽ അവര് 150 എന്നൊരു ഫെയറിലേക്ക് 150 120 ഇതിലിപ്പോ നമുക്ക് ഗവൺമെന്റ് പറഞ്ഞ നിരക്ക് പ്രകാരം 18 കഴിഞ്ഞ 1.5 കിലോമീറ്റർ കഴിഞ്ഞ 27 രൂപയുണ്ട്, 18.9. അപ്പൊ ഇന്റർസിറ്റി പോകുമ്പോൾ നമുക്കിപ്പോ ഇന്റർസിറ്റി എന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നും വേറെ ഏത് ജില്ലയിലേക്ക് പോവാണെങ്കിലും നമുക്ക് 27 രൂപ വെച്ചിട്ട് അവർ തരേണ്ടതാണ്. പക്ഷെ ഈ 27 രൂപ പോയിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന റേറ്റ് 15 രൂപ 14 രൂപ വെച്ചിട്ട് നമുക്ക് തരണം. എന്നാൽ തിരിച്ച് റിട്ടേൺ നമ്മൾ കാലി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാണ്. അപ്പൊ ഇത് മൂലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എറണാകുളം പോയി കഴിഞ്ഞാൽ ഇപ്പൊ നിസാരം ഇപ്പൊ സാധാരണ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു പ്രൈവറ്റ് ടാക്സി വിളിച്ച് പോവുകയാണെങ്കിൽ 2500 രൂപ അവര് ചോദിക്കും, കസ്റ്റമർ കൊടുക്കാൻ തയ്യാറാണ്. ഇത് നേരെ മറിച്ച് ഇവര് നമ്മളെ ബുക്ക് ചെയ്യുന്ന സമയത്ത് യൂബർ കസ്റ്റമർ കൊടുക്കുന്ന റേറ്റ് വരുന്നത് 1200 രൂപയാണ്. ഈ 1200 രൂപയിൽ നമുക്ക് കിട്ടുന്നത്, ഡ്രൈവർമാർക്ക് കിട്ടുന്ന എമൗണ്ട് 750 രൂപ. പിന്നെ ടോൾ സെപ്പറേറ്റ് ആണ്, ഇൻക്ലൂഡ് അല്ല ഈ പറഞ്ഞ ഇന്റർസിറ്റി ട്രിപ്പിൽ. ഈ സാധനം നമ്മൾ കസ്റ്റമറോട് ചോദിക്കും. കസ്റ്റമറോട് ചോദിക്കുമ്പോൾ കസ്റ്റമർ സംഭവം ആ സമയത്ത് ചിലപ്പോൾ തരും, ചിലപ്പോൾ തർക്കിക്കുന്ന ആൾക്കാരുണ്ട്. ഈ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രിപ്പ് കഴിയുമ്പോൾ ഈ കസ്റ്റമർ പുറത്ത് പോകുമ്പോൾ അവർക്ക് റിവ്യൂ കൊടുക്കണം. ഡ്രൈവർക്ക് റിവ്യൂ കൊടുക്കുമ്പോൾ റേറ്റിംഗ് കുറച്ചിട്ട് പറയും, ഡ്രൈവർ ആസ്ക്ഡ് ടു മോർ ക്യാഷ് ഫോർ ദിസ് ട്രിപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റേറ്റിംഗ് ഉണ്ട്, കസ്റ്റമർ റേറ്റിംഗ് കുറയും ചെയ്യും. നമ്മുടെ ആക്സെപ്റ്റിങ് നമുക്ക് കിട്ടുന്ന ട്രിപ്പിന്റെ ആക്സസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കസ്റ്റമറും ഒരു തരത്തിൽ നമുക്ക് ഉപദ്രവമാണ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അത്രയും ഫേവറബിൾ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ഒരു ഉപദ്രവമാണ്. എന്നാൽ ഗവൺമെന്റ് പറയുന്ന റേറ്റ് നമുക്ക് തരുന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഓൾ കേരളയിൽ തന്നെ യൂബർ സ്ട്രൈക്കാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിപ്പോ 21-ാം തീയതി പിടിച്ച സമരമാണ്. ഇതുവരെയായിട്ട് യൂബർ നമുക്ക് ഒരു നമ്മുടെ നേരെ ഒന്ന് മുഖം നോക്കിയിട്ട് പോലില്ല, നമ്മളെ മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല. ഇന്നിപ്പോ 24-ാം തീയതി കഴിഞ്ഞിട്ട് 3 ദിവസം സമരം കഴിഞ്ഞു. ഇപ്പൊ അവര് പറഞ്ഞിരുന്നത് ഒരാഴ്ചയും കൂടി ടൈം അവർ ചോദിച്ചിരുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് അവർ നേരിട്ട് വന്ന് സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഓഫ്ലൈനിൽ സംസാരിക്കാൻ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരാഴ്ച ടൈം നമ്മളോട് ചോദിച്ചത്. ഈ ഒരാഴ്ച ബാക്കിയുള്ള സാധാരണ ആൾക്കാർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം അന്നന്നത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഈ ഓടിയിട്ട് വേണം, ഈ ഊബറിലത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ വർക്ക് ചെയ്തിട്ട് വേണം കിട്ടാനായിട്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇപ്പൊ നമ്മൾ ട്രിപ്പ് എടുത്ത് പോവുകയാണെങ്കിൽ തന്നെ കണ്ടമാനം ഫേക്കും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഗവൺമെന്റ് പുതിയൊരു കേരള സവാരി എന്ന് പറഞ്ഞ പുതിയൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ അവര് നമ്മളായിട്ട് ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരുടെ സംസാരത്തിൽ ഇപ്പൊ കേരള സവാരി എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് ഗവൺമെന്റ് നിർദ്ദേശിച്ച റേറ്റ് തരാൻ തയ്യാറാണ്. ഇന്നലെ അവർ അത് അപ്ഡേറ്റ് ചെയ്തു. ഇന്ന് മുതൽ നമ്മൾ കേരള സവാരി തൃശ്ശൂർ ജില്ലയിൽ യൂബർ നമ്മൾ പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചിട്ട്, എല്ലാ ക്യാബും ഓട്ടോയും പൂർണ്ണമായിട്ട് ബഹിഷ്കരിച്ചിട്ട് നമ്മൾ കേരള സവാരി അതുപോലെ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകൾ, ഓട്ടോറിക്ഷയ്ക്ക് ആണെങ്കിൽ റാപ്പിഡോ ഉണ്ട്, ടാക്സി ഉണ്ട്, പിന്നെ യോറൈഡ, അങ്ങനത്തെ ഒരു റൈഡും കൂടി ഉണ്ട്. ഞങ്ങളുടെ ക്യാബിനെ സംബന്ധിച്ച് ഞങ്ങൾക്കിപ്പോ യൂബർ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെയുള്ളത് കേരള സവാരി ഉണ്ട്, പിന്നെ ലാഭ എന്ന് പറഞ്ഞ തൃശ്ശൂർ ജില്ലയിലത്തെ തന്നെ വികസിപ്പിച്ചെടുത്തുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതും നമുക്ക് വല്ലപ്പോഴും ആണെങ്കിൽ അതിന്റെ ട്രിപ്പും കിട്ടാറ്. ഈ രണ്ടും പിന്നെ ജൂണോ എന്ന് പറഞ്ഞൊരു ആപ്പ്, അതും ഈ പറഞ്ഞ പോലെ യൂബറിന്റെ അത്രയും ഫേമസ് അല്ല. എന്നാൽ പോലും നമുക്ക് താൽക്കാലികമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് ഈ 3 ആപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് കാരണം കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും തൃശ്ശൂർ ജില്ലയിൽ യൂബർ ബഹിഷ്കരണം. സംഘടനയില് അധികം വാഹനങ്ങളില്ല. എന്നാ കുറച്ച് വാട്സപ്പ് കൂട്ടായ്മയും മറ്റുള്ള സംഘടനകളൊക്കെ ആയിട്ട് അത്യാവശ്യം വണ്ടികളുണ്ട്. ഓട്ടോറിക്ഷകൾ ഏകദേശം 6000-നും 7000-നും ഇടയിൽ വണ്ടികളുണ്ട്, എല്ലാം ഓടുന്നില്ല. എന്നാ ഒരു 70-75% വണ്ടികൾ, അതായത് ഒരു 4500-5000 വണ്ടികൾ ഓട്ടോ ഈ യൂബർ മേഖലയിൽ ഓടുന്നുണ്ട്, അസംഘടിതമായിട്ട് ഓടുന്നുണ്ട്. ആ അതെ, യൂബർ ഒരു കാരണവശാലും ഞങ്ങൾ യൂബറിന് എതിരല്ല. ഞങ്ങൾക്ക് കിട്ടേണ്ട ചാർജ് കൃത്യമായിട്ട് അത് കൂട്ടി തരാനല്ല പറയണേ. 2022 കേരള സർക്കാർ നടപ്പാക്കിയുള്ള ചാർജ് കൃത്യമായിട്ട് വേണമെന്ന് പറയുന്നുള്ളൂ. കൂടുതൽ ആവശ്യപ്പെടുന്നില്ല. കൂടുതൽ ഞങ്ങൾ മിനിമം 2 കിലോമീറ്റർ 60 ആക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചർച്ചയുടെ ഭാഗമായിട്ട് 3 കിലോമീറ്റർ 60 എന്നാണ് ദീപേഷ് പറഞ്ഞത്. ഞങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ള 2 കിലോമീറ്റർ പോകാൻ 60. അതെന്തിനാ ചോദിക്കണമെന്ന് വെച്ചാൽ ഈ കസ്റ്റമർ ബുക്ക് ചെയ്യുമ്പോൾ 2-3 കിലോമീറ്റർ ഒക്കെ പരിധിയിലായിരിക്കും ബുക്കിംഗ് വരിക.
ആ കസ്റ്റമറുടെ അടുത്തേക്ക് പോകുന്ന ഡീസൽ ചെലവ് നമുക്ക് കമ്പനി നികത്തുന്നില്ല. ആ ഒരു മെയിൻ്റെനൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സംഖ്യ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ കസ്റ്റമർ ഒരു 2 കിലോമീറ്റർ ദൂരത്തേക്ക് പോകണമെന്ന് വെച്ചാൽ ആ കസ്റ്റമർ ഒരിക്കലും നഷ്ടം വരുന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു ചാർജ് തന്നെയാണ് വരുന്നത്. കോർപ്പറേറ്റ് കമ്പനികളാണ് സത്യം. വളരെ ഇദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാ. ഈ യൂബർ കമ്പനി ഇവിടെ വന്ന സമയത്ത് ഒരു 7 വർഷം കൊറോണയ്ക്ക് മുന്നായിട്ടാണ് യൂബർ ഇവിടെ ചാല ചെയ്ത് തുടങ്ങിയത്. കൊറോണയുടെ ഭാഗമായിപ്പോ ഓടാതെ ഇരുന്ന് അതിനുശേഷം പിന്നെ അത് അതിശക്തമായിട്ട് പെട്ടെന്ന് വളർന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു 25 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ മിനിമം 400 രൂപ ബോണസ് ഉണ്ടായിരുന്നു. അതായത് 4 AM തൊട്ട് പിറ്റേ ദിവസം 4 മണി വരെ 24 മണിക്കൂറിന്റെ ഉള്ളിൽ 25 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ ഇൻസെന്റീവ്, ബോണസ് എന്ന് വെച്ചാൽ ഇൻസെന്റീവ് ഓരോ ഡ്രൈവർക്കും കിട്ടിയിരുന്നു. അതില് മെയിൻ്റെനൻസ് ചെലവ്, അതായത് ഡീസൽ ചെലവ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകും. സർക്കാരിന് പറഞ്ഞിട്ടുള്ള ചാർജും കിട്ടിയിരുന്നു, കൃത്യമായിട്ട് കിട്ടിയിരുന്നു. നല്ല എന്താ പറയാ, യൂബർ വന്ന സമയത്ത് ഡ്രൈവർമാരെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. ഞങ്ങൾക്ക് അതില്ലാതെ പറ്റില്ല, യൂബർ വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. കേരള സവാരി പോലെ ഒരു ആപ്പ് നമ്മളെ ഡ്രൈവർമാരെ പിന്തുണച്ചുകൊണ്ടും അതേപോലെ ജനങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യൂബറിന്റെ ആവശ്യമില്ല. എന്നാൽ പോലും യൂബർ ഒഴിവാക്കണം എന്നല്ല പറയണേ. 10 ട്രിപ്പ് 100 ട്രിപ്പ് വരെ ഞങ്ങൾ യൂബറിൽ എടുക്കാൻ തയ്യാറാ, എല്ലാവരും തയ്യാറാ. മാന്യമായിട്ടുള്ള പൈസ കിട്ടുന്ന പറഞ്ഞിട്ടുള്ളൂ. ആ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ 10 മണി മുതൽ 5 മണി വരെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള 50% വർധനവുണ്ട്. ഓരോ ഓട്ടോക്കാരനും അവകാശപ്പെട്ടതാണ്. രാത്രി 10 മണിക്ക് ഉറക്കം ഒളിച്ച് ഓർണാൻ ആ സമയത്ത് മാത്രം മറിക്കണവരല്ല, പകല് അന്ത്യോളം പണിയെടുത്തിട്ട് എക്സ്ട്രാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് 10 മണി മുതൽ ചിലപ്പോൾ 12 മണി വരെ ജോലി ചെയ്യണവരുണ്ടാവും, അല്ലെങ്കിൽ പുലർച്ചെ 4 മണി വരെ ജോലി ചെയ്യണുണ്ടാവും. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന തൊഴിലിനോടും കഠിനാധ്വാനത്തിനോടും വേണ്ട ഒരു നീതി അവിടെ കിട്ടുന്നില്ല. 50% വർധനവ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. കേരള സവാരി അത് ടെക്നിക്കൽ ടീമായിട്ട് നമ്മൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പകല് മിനിമം 2 കിലോമീറ്റർ പോകാൻ 50 രൂപയും മീറ്റർ പരിധിയിൽ 15 രൂപ മീറ്റർ പരിധിയിൽ തരാമെന്നും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മീറ്റർ പരിധിക്ക് പുറത്തേക്ക് പോകുമ്പോൾ 22.50 ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഗവൺമെന്റ് പൈസ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രാത്രി ഫെയർ ആയിട്ട് ഞങ്ങൾക്ക് 50% വർധനവ് തരാമെന്നും പറഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി ആപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അതേപോലെ ക്യാബിന് കേരള സവാരി 3 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് 150 രൂപയും ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള റണ്ണിങ് കിലോമീറ്റർ 18, അതായത് സിറ്റിക്കുള്ളിൽ, തൃശ്ശൂർ ജില്ല മുഴുവനല്ല, സിറ്റിക്കുള്ളിൽ 18 രൂപയും ബാക്കിയുള്ളടത്തേക്ക് 27 രൂപ അല്ലേ, 27 രൂപ നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അതേ സെഷൻ തന്നെ ഇവർക്ക് 3 കാറ്റഗറിയാണ് കാറുകാർക്ക്. ഒന്ന് ഹാച്ച് ബാക്ക്, സെഡാൻ, എക്സല് അല്ലെങ്കിൽ SUV. XUV ആണ് കേരള സവാരിയിൽ കിടക്കുന്നത്. ഓക്കെ, ഈ റേറ്റിനൊക്കെ കൃത്യമായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേരള സവാരി. അപ്പൊ ജനങ്ങള് ഒരു കാരണവശാലും എന്താ പറയാ, അവർക്ക് ഞങ്ങളുടെ സേവനം ഈ മേഖലയിലുണ്ട്. ഈ മേഖലയിൽ സേവനം ജനങ്ങൾ പ്രതീക്ഷിക്കണം. തർക്കങ്ങളില്ലാതെ യാത്ര ചെയ്യാനാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം. അവർ സേഫായിട്ട് കൊണ്ടാക്കുകയാണ് അവരുടെ ആവശ്യം. അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാൻ ഈ യൂബർ ഓടിക്കുന്ന എല്ലാ തൊഴിലാളികളും ഇവിടെ കേരള സവാരി ഓണാക്കിയിട്ടാണ് ഓടുന്നത്. മുന്നേ ഓടിയിരുന്നു, ഇപ്പോഴും ഓടുന്നത്. അപ്പോൾ ക്യാബുകാരുടെ കാര്യത്തിൽ യൂബറിനോട് മത്സരിക്കാനായിട്ട് റേറ്റ് കുറച്ചിരുന്നു കേരള സവാരി. തൃശ്ശൂർ ജില്ലയിൽ മാത്രം അവർക്ക് ട്രിപ്പ് കിട്ടാനായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കേരള സവാരിയോടും സമരം പ്രഖ്യാപിച്ചത്. ഓൾ കേരള സമരത്തിൽ കേരള സവാരിയും അതിന്റെ ഭാഗമായത് അതുകൊണ്ടാണ്. ഇപ്പൊ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും എല്ലാ സ്ഥലത്തും ഒരേ റേറ്റ് ഏകീകരിച്ചിട്ടുണ്ട് കേരള സവാരി. അപ്പോൾ ഈ റേറ്റ് കൃത്യമായിട്ടുള്ള ഗവൺമെന്റ് നിശ്ചയിച്ചുള്ള റേറ്റ് ഞങ്ങൾക്ക് കിട്ടുന്ന പൂർണ്ണ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സവാരി ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിലേക്ക് ഈ കേരള സവാരിയുടെ പ്രയോജനം ഉണ്ടെന്ന് നമ്മുടെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സമരത്തിന് പിന്തുണ ജനങ്ങളും തരണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കേരള സവാരി ഓൺ ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വാഹനം കിട്ടും. ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അതെ, ഞങ്ങളിപ്പോ ആപ്പ് നോക്കുമ്പോ അത് പറയാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം വളരെ ആക്റ്റീവായിട്ട്
റേറ്റ് കൂടി കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ Charge. ചാർജ് കയറുന്നതാണ്. ഡിമാൻഡ് അനുസരിച്ചാണ് അവരുടെ, അത് AI സിസ്റ്റത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നതാണ് നമ്മളോട് പറയുന്നത്. ഏത് AI സിസ്റ്റത്തിലാണെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത് ഞങ്ങൾക്കാണ്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഇപ്പൊ റേറ്റ് കൂടെയുള്ള ഒരു സമരം കൊണ്ട് കാര്യമില്ല. പക്ഷെ അതിനുള്ള നടപടികൾ അതിന് വേറൊരു പ്രശ്നം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മള് തൃശ്ശൂർ ജില്ലയിൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്യാബുകാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർസിറ്റി എന്ന് പറഞ്ഞ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു. ഇതേപോലെ തന്നെ എറണാകുളത്തു നിന്നാണെങ്കിലും ഇപ്പോൾ മലപ്പുറത്ത് കോഴിക്കോടൊക്കെ ഓടുന്ന വണ്ടിക്കാരുണ്ട്. ഇവർക്ക് ഇന്റർസിറ്റി കിട്ടിയിട്ട് തൃശ്ശൂർ വരും. ഈ തൃശ്ശൂർ വന്ന് കിടക്കുന്ന ആൾക്കാർക്ക് തൃശ്ശൂരിന്റെ കാര്യങ്ങൾ കറക്റ്റ് അറിയില്ല. അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ ട്രിപ്പ് എടുക്കാം, മെയിൻ എൻട്രൻസ് നമുക്ക് എടുക്കാമായിരുന്നു ആദ്യം. ഇപ്പൊ ചെറിയൊരു ഇതിന്റെ പേരിൽ നമുക്ക് വേറൊരു പോയിന്റ് നിൽക്കണം. ഇതുപോലും മറ്റുള്ള ആൾക്കാർക്ക് അറിയില്ല. ഇവന്മാര് വന്നിട്ട് അവിടെ കിടക്കുമ്പോൾ സാധാരണ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ എടുത്തില്ലെങ്കിൽ പോലും അവർ ട്രിപ്പ് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കസ്റ്റമർ ബുക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടികൾ കിട്ടണം. അതിപ്പോ നമ്മൾ അതായത് മേഖലയിൽ ഇപ്പോൾ ഓൾ കേരള ആയതുകൊണ്ട് എല്ലാ ജില്ലകളിലും അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോടും കട്ടക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് സമരത്തിൽ. എറണാകുളം എല്ലാ ജില്ലകളും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് ഇന്നലെ തൊട്ട് യൂബർ ഓഫ് ചെയ്തിട്ട് ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമും ഓൺ ആക്കിയിട്ടുണ്ട്. റാപ്പിഡോ ക്യാബ് അവിടെ ഉണ്ട്. എറണാകുളത്ത് റാപ്പിഡോ ക്യാബ് ഉണ്ട്. തൃശ്ശൂർ ജില്ലയിൽ റാപ്പിഡോ ക്യാബ് ഇല്ല, ഓട്ടോ മാത്രമേ ഉള്ളൂ. അപ്പൊ റാപ്പിഡോ ചിലപ്പോ ലോഞ്ച് ചെയ്യാനും ചാൻസ് ഉണ്ട്. നമുക്ക് ക്യാബുകാർക്ക് മറ്റുള്ള ആൾക്കാരെ പോലെ കൺവിൻസ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പറഞ്ഞു, ഒരാൾ പറയല്ലോ കൊറോണയ്ക്ക് മുമ്പായിട്ട് ഇവിടെ വന്നതാണ്. അതിനുശേഷം ഈ കൊറോണ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2-3 കൊല്ലമായിട്ടാണ് 23 കൂടിയിട്ടാണ് ഇതിവിടെ ഇത്രയധികം ആക്റ്റീവ് ആവുന്നത്. ഡ്രൈവർമാരും കുറവായിരുന്നു, ഓട്ടോയുടെ കാര്യത്തിലും ക്യാബിന്റെ കാര്യത്തിലും മൊത്തത്തിൽ കുറവായിരുന്നു. എന്നിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ യൂണിയൻ രൂപീകരിച്ചത് പോലും ഞങ്ങൾക്ക് ഇവിടെ ഓടാനായിട്ടോ അല്ലെങ്കിൽ എന്ത് പറയുന്നത് തൃശ്ശൂർ റൗണ്ടിൽ കൂടെ ഒരു ക്യാബ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഓട്ടോഷോ കൊണ്ടോ ഇതിന്റെ ലെവലുള്ള ഒരു ഓട്ടോഷോ കൊണ്ടോ നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥലത്ത് കൊണ്ട് വണ്ടി ഇടാൻ പറ്റാത്തൊരു സാഹചര്യം തൃശ്ശൂർ ഉണ്ടായിരുന്നു. ഞങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പല TCV അങ്ങനെയുള്ള ചാനലുകൾക്ക് ഞങ്ങൾ അതിന് കുറെ ബൈറ്റൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്താണ് ശരിക്കും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് തൃശ്ശൂർ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തത്. അതിന് ഞങ്ങൾക്ക് ഈ യൂബറിന്റെ ഭാഗത്തുനിന്നോ മറ്റു പ്ലാറ്റ്ഫോമുകളുടെ ഭാഗത്തുനിന്നോ ഒരു നയ പൈസയുടെ ഗുണം പോലും ഉണ്ടാക്കില്ല, ദോഷമല്ലാണ്ട്. അത്രയും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഈ റെയിൽവേയുടെ പ്രശ്നം. ഇപ്പോൾ നിലവിൽ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് റെയിൽവേയിൽ. ഈ കേരള സവാരി വന്നാൽ പോലും ഗവൺമെന്റ് ആപ്ലിക്കേഷനാണ് കേരള സവാരി. അതിനകത്ത് ഒരു റൈഡ് ഒരു കസ്റ്റമർ റെയിൽവേയുടെ ഫ്രണ്ടിൽ ഗേറ്റിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ ഫ്രണ്ടിൽ പോയി എടുക്കാൻ പറ്റില്ല. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ നിങ്ങൾ വീഡിയോസ് പറയാണ്ടല്ലോ തെറി കേട്ട് മടുക്കും അവിടെയുള്ള ഡ്രൈവർമാരെ, ടാക്സിക്കാർ, ഓട്ടോഷക്കാരും അങ്ങനെ എല്ലാം വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ വിയോജിപ്പുണ്ട്. എന്നാൽ ഇവരെല്ലാവരും ഓട്ടോഷക്കാരെ സംബന്ധിച്ചിടത്തോളം വിയോജിപ്പുകൾ ഒരു 90% അടങ്ങി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 6000-ഓളം ടൗൺ പെർമിറ്റുള്ള വാഹനങ്ങൾ ഒരു 95% ആളുകൾ യൂബർ ഓടാൻ തുടങ്ങി. പക്ഷെ ക്യാബുകളെ സംബന്ധിച്ചിടത്തോളം ക്യാബുകൾ ഈ റെയിൽവേനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള സ്റ്റാൻഡുകളിലുള്ള ആളുകളൊക്കെ ഇതിനോട് ചേർന്നു. പക്ഷെ ഈ റെയിൽവേനെ കേന്ദ്രീകരിച്ച് ഓടുന്ന ആളുകൾ ഇപ്പോഴും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് റെയിൽവേയുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പോഴും നിലവിൽ. ആ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ്, ഇത്രയും പ്രശ്നങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരെ ഇത് എത്തിച്ചത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇത്. നമ്മൾ അറിഞ്ഞിരുന്നു ഇത് നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാലും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ അത് ടീം വർക്കിന്റെ ബേസിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും. കേരള സവാരി എന്നൊരു ആപ്ലിക്കേഷൻ ഇവിടെ നല്ല ആക്റ്റീവായി തന്നെ ഇത്രയധികം യൂബറിന്റെ ഡ്രൈവർമാർ അവൈലബിൾ ആകുന്നത് പോലെ തന്നെ കേരള സഭയുടെ ആപ്ലിക്കേഷനും ഇവിടെ അവൈലബിൾ ആണ്. അതിനകത്തേക്ക് എല്ലാവരും കൺവേർട്ട് ആവാൻ തയ്യാറാവണം. അതിനകത്ത് ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപയുടെ വ്യത്യാസമൊക്കെ ഈ 150 രൂപയുടെ ഓട്ടോ ഒക്കെ വിളിച്ച് ഞങ്ങളിപ്പോ ഇവിടുന്ന് ഓൾറെഡിക്ക് വിളിച്ച് കഴിഞ്ഞാൽ കേരള സവാരി യൂബറും നമ്മൾ നോക്കുകയാണെങ്കിൽ 20 രൂപയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആ 20 രൂപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഊബർ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് അവിടേക്ക് വിളിച്ചത് പല ആൾക്കാരും പല മീറ്ററിന്റെ പാതി മദർ ഹോസ്പിറ്റല് കഴിഞ്ഞ് അങ്ങോട്ട് ഉള്ളിലേക്ക് പുള്ളി ഭാഗത്തേക്കൊക്കെ പോകുമ്പോ മീറ്ററിന്റെ പാതി 22.50 മേടിക്കുക. അത് ചിലവര് 25 രൂപ വെച്ച് മേടിക്കും. രാത്രി ഇവിടെ ചില അത് നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല ഓട്ടോ ഡ്രൈവർ എന്ന നിലയിൽ. ഇല്ല ഞങ്ങൾക്ക് യൂബർ ഓടാൻ പറ്റും. ഞങ്ങൾക്ക് സ്റ്റാൻഡിൽ ഓടാം ഓട്ടോക്കാർക്ക്. സ്റ്റാൻഡ് പെർമിറ്റ് ഇലക്ട്രിക് വണ്ടിക്കാർക്കാണ് കൂടുതൽ ബാധിക്കുക. അവർക്ക് സ്റ്റാൻഡില്ല, അവർക്ക് ബാധിക്കും. പിന്നെ മേഡം ചോദിച്ച ചോദ്യം, ഈ സഹകരിക്കാതിരിക്കുന്ന ആളുകൾ കാരണം നമ്മുടെ സമരം വിജയിക്കുമെന്ന് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്.
കാരണം അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി പറയുന്നത്. ആ ഈ അവര് ഓടുന്നതിന്റെ മെയിൻ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. ഓരോ തൊഴിലാളിയും ഞാനായാലും വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഈ സമരത്തെ നേരിടുന്നത്. അതേപോലെ സിറ്റുവേഷൻ തന്നെ ആ സഹോദരങ്ങൾക്കും ഉള്ളത്. അപ്പൊ അവരത് അന്നത്തെ അന്നത്തിന് വേണ്ടി അവരൊരു ദിവസത്തെ എന്താ പറയാ ഒരു 20 ട്രിപ്പ് എടുത്ത 1000 രൂപയോളം നഷ്ടം വരുന്ന രീതിയിലാണ് ഇപ്പോ. അതായത് 150 രൂപയുടെ ട്രിപ്പ് യൂബറിൽ 20 ട്രിപ്പ് എടുക്കാൻ 3000 ഒരാൾക്ക് വരുമാനം ഉണ്ടാവും. ചെലവുകൾ കഴിച്ചിട്ടല്ല, വരുമാനം ഉണ്ടാവും. ആ വരുമാനം ഉണ്ടാവുന്ന 1200 രൂപ നഷ്ടത്തിലായിരിക്കും. ഒരു 20 ദിവസം ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 1200 രൂപ നിങ്ങൾ കണക്കാക്കണം. ഒരു തൊഴിലാളിയുടെ 1200 രൂപ നഷ്ടത്തിലാണ് ഇപ്പോ ഓരോ ഓട്ടോക്കാരും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ കണക്കിൽ കേട്ടാ 20 × 150 രൂപയുടെ മീറ്റർ ചാർജിങ്ങാട്ടി കുറവുള്ള ട്രിപ്പാണ് ആപ്പിൽ കിടക്കുന്നത്. അത് 2 ചാർജ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാണാം. ഒരു ചാർജ് മീറ്റർ ചാർജിന് കുറവും, ഒരു ചാർജ് ഏകദേശം 20 രൂപ റേറ്റിൽ അല്ലെങ്കിൽ 18 to 20 രൂപ റേറ്റിൽ എടുക്കുന്നത്. ആ സാധനം സർചാർജ് വരുമ്പോൾ ഒറ്റടിക്ക് കയറ്റും യൂബർ. ആ കയറ്റലും കുറയ്ക്കലും ഇവരുടെ കമ്പനിയുടെ അധികാരത്തിൽ പെട്ടതാണെന്നാണ് പറയുന്നത്. നമുക്കത് കൃത്യമായിട്ട് അറിയില്ല. അതൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു റേറ്റ് കാർഡ് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ഉപകാരം. കൂടുതലും വേണ്ട, കുറവും വേണ്ട. നിശ്ചയിച്ചിട്ടുള്ള റേറ്റ് കാർഡ് ഇട്ടിട്ട് നിശ്ചയിച്ചിട്ടുള്ള റേറ്റ് തന്നാൽ മതി. അത് കസ്റ്റമറിന് ആവശ്യമുള്ള സമയത്ത് കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള അവകാശമില്ലാത്ത രീതിയിൽ വേണം അത് ചെയ്യണമെങ്കിൽ. ആ റേറ്റ് കാർഡ് കറക്റ്റായിട്ട് കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് കിട്ടണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സമരത്തിന്റെ ആവശ്യകത എല്ലാവരും മനസ്സിലാക്കി യൂബർ ഓഫ്ലൈനിൽ പോവാത്ത സുഹൃത്തുക്കളും സഹോദരങ്ങളും തൊഴിലാളികൾ എത്രയും പെട്ടെന്ന് യൂബർ ഓഫ്ലൈനിലേക്ക് പോവാം. യൂണിയനായിട്ട് ഈ സമരത്തിന് എതിരെ നിൽക്കുന്ന ആളുകൾ എത്ര നാൾ നീണ്ടുപോകും എന്ന് പേടിച്ചിരിക്കുന്ന ആളുകൾക്കാണ് നമ്മളിപ്പോ കേരള സവാരി ഇവിടെ ലോഞ്ച് ചെയ്തത്. റേറ്റിന്റെ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള റേറ്റ് നൽകാമെന്നും പറഞ്ഞ് ഇന്നലെ രാത്രി തന്നെ ആ ടെക്നിക്കൽ ഫീൽഡ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഏതായാലും കാരണവശാൽ കേരള സവാരി ഈ റേറ്റിൽ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ സമരം കേരള സവാരിയിലേക്കും ഇതാക്കും. ഞങ്ങൾ ആരും യൂബറിനെതിരല്ല സമരം. ഞങ്ങൾക്ക് അതിൽ കിട്ടേണ്ട ചാർജ് കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2022 നിശ്ചയിച്ച ചാർജ്. ഈ ഗവൺമെന്റ് കയറി എന്നാണോ വില വർധനവ് വരുത്തുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ചാർജില് ആ വർധന സമയത്ത് ആ സമയത്തുള്ള ചാർജ് കൃത്യമായിട്ട് ആ പ്ലാറ്റ്ഫോമിൽ കിട്ടണം. ഏത് പ്ലാറ്റ്ഫോമിലായാലും ആ റേറ്റ് കിട്ടണം. അത്രമാത്രമാണ് നമ്മുടെ അവകാശവാദം. അപ്പോ ഓടുന്ന ഡ്രൈവർമാരെ എത്രയും പെട്ടെന്ന് ഓഫ്ലൈനിലേക്ക് പോവുക, അല്ലെങ്കിൽ ഞങ്ങളുടെ സമരത്തിന്റെ രീതി മാറും. ഞങ്ങൾ ഇത്രയും 3 ദിവസം, ഇത് 4ാം ദിവസമാണ്. ഞങ്ങളെല്ലാവരും പട്ടിണിയിൽ കിടക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഓടായിരുന്നു കഴിഞ്ഞാൽ അവരുടെ വരുമാനം വർദ്ധിക്കും. അവര് വീട്ടു ചെലവ് കാര്യങ്ങൾ നടന്നു പോകും. നമ്മളിവിടെ ഈ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ സമരം ഇവിടെ പിടിക്കുന്നത്. ഓരോ തൊഴിലാളികൾക്കും അവന് കിട്ടേണ്ട ന്യായമായ ചാർജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സമരം, അല്ലാതെ വേറെ ഒന്നിനല്ല. ഇത്രയും കാര്യങ്ങൾ ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കണം. ഫ്ലീറ്റ് ആയിട്ട് ഊബറിൽ ഫ്ലീറ്റ് ഓടുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് ഞാനൊരു വണ്ടി മേടിച്ചിട്ട് ഇമ്പോർട്ടന്റ് ആണ് ഇതൊന്ന് കേൾക്കണേ. ഞാനൊരു വണ്ടി മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഓടണമെന്നില്ല. എനിക്കത് വേറെ ആൾക്ക് ഫ്ലീറ്റിൽ കൊടുക്കാം. അത് ഒരു പെർ ഡേ ക്യാബ് ആണെങ്കിൽ 1000, ഓട്ടോയാണെങ്കിൽ ഒരു 400 ഉണ്ട്, 350 ആ റേറ്റിലൊക്കെ ആയിട്ട് ഓടുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് ഓടിയാലും ഓടിയില്ലെങ്കിലും ആ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഈ 900 അല്ലെങ്കിൽ 1000 പറയുന്ന വാടക അതിന് കൊടുക്കേണ്ടി വരും അവര്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വരുമാനവും ഇല്ല. ഈ 1000 ഡെയിലി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പരമാവധി അതിന്റെ ഓണേഴ്സിലേക്ക് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിരുന്നെങ്കിലും എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഈ ഓണർമാർക്ക് അവരെ സംബന്ധിച്ചത് അവർക്ക് ഈ മാസമാണ് വരാൻ പോണ ലോൺ അടയ്ക്കണം. അപ്പൊ അവരും കുറച്ച് പ്രതിസന്ധിയിലാണ്. അങ്ങനെ ഓടുന്ന കുറച്ച് ഡ്രൈവർമാരാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അതിലും മാറ്റം വരുത്തും. ഞങ്ങൾ സമരത്തിന്റെ രീതി എല്ലാ ആളുകളിലേക്കും നേരിട്ട് ഇറങ്ങി ബോധവൽക്കരിക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പോ ഈ ഒരു കേരള സഭയുടെ കാര്യം എല്ലാവരും മനസ്സിൽ വെക്കുക. അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക. അതിവിടെ അവൈലബിൾ ആണെന്നുള്ളത് എല്ലാവരും ഒന്ന് എത്തിക്കുക. എല്ലാവരിലേക്കും ഒരു പോയിന്റും കൂടി, ഈ യൂബർ എന്ന പ്ലാറ്റ്ഫോം തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് ഈ റേറ്റ് കുറവിന് ഓർണത് കേട്ടോ. 1.5 കിലോമീറ്റർ 30 ആയിരുന്നു. ഞങ്ങൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 60 ആക്കിയത്. ഞങ്ങൾ ഡിമാൻഡ് ചെയ്ത് 2 കിലോമീറ്റർ ആണ്. പക്ഷെ 3.8-നാണ് ഈ 60 രൂപയില് മാറ്റം വന്ന് തുടങ്ങുക.
പിന്നെ ഇത് കൊച്ചിയിൽ മിനിമം ചാർജ് 72 രൂപയാണ്. തിരുവനന്തപുരത്തും ഏകദേശം ഇതേ റേറ്റാണ്. അതുകൊണ്ടാണ് കൊച്ചിയിൽ ഓട്ടോ സമരം ഇല്ലാത്തത്. തിരുവനന്തപുരത്ത് സമരത്തിന്റെ കാര്യം പറയണ കേട്ടു. അതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളും നിരീക്ഷിച്ചത് ഞങ്ങൾക്ക് അറിയില്ല. തൃശ്ശൂർ ജില്ലയിലെ ഓട്ടോ സമരത്തിന്റെ റീസൺ കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം, മറ്റൊന്നുമില്ല. എറണാകുളത്ത് തന്നെ ഓൾറെഡി 2 റേറ്റ് ഉണ്ട്. കാരണം സാധാരണ എറണാകുളത്ത് പുറത്തുള്ള സിറ്റികളുണ്ടല്ലോ, ആ പുറത്തുള്ള സിറ്റികളിലുള്ള റേറ്റ് അല്ല എയർപോർട്ടിന്റെ റേറ്റ്. കാരണം എയർപോർട്ടിൽ എങ്ങനെയാ വെച്ചാൽ കമ്മീഷൻ 40% കമ്മീഷൻ കൊടുക്കണം. പിന്നെ അവിടുത്തെ പ്രയോറിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് വന്ന് അവിടുന്ന് കിട്ടുന്ന റേറ്റും ഈ പുറത്തുനിന്ന് പോകുന്ന റേറ്റും വേറെയാണ്. അത് ചില കസ്റ്റമർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവര് ബുക്ക് ചെയ്യാതെ അവിടുന്ന് പുറത്തിറങ്ങി പോയിട്ട് അങ്ങനെ സംഭവം ഉണ്ടാവാറുണ്ട്.